ഹമാസും ഇസ്രയേലും തമ്മിൽ നടന്ന ഒത്തുതീർപ്പിനെ പറ്റി വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിപാദിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ നിലനിൽപ്പ് ഈ ഗാസയ അന്താരാഷ്ട്ര പ്രശ്നം. ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പോയാൽ 1 കോടി പേരെ പോകത്തോളൂ, നിങ്ങൾ പോയാൽ 809 കോടി ജനം ലോകം തീരും. 1949 ഇസ്രയേലിൽ പാഠപുസ്തകം അടിച്ചത് മനസ്സിലാകുന്നവർക്കായി. അവരുടെ 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇന്നും ഒരു പാഠമുണ്ട് ഇന്ത്യയെ പറ്റി. എന്താ ഇന്ത്യയെ പറ്റി? ഇസ്രയേലിലെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞു, ലോക രാജ്യങ്ങൾ മുഴുവൻ നമ്മളെ കത്തിക്കിറിയാക്കിയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ യഹൂദനൊരു പീഡ ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ മാറിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം. അതുകൊണ്ട് 9ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഇസ്രയേലിനകത്ത് ഇന്നും എഴുതിയിട്ടുണ്ട്, ഇന്ത്യയെ നിങ്ങൾ മറക്കരുത്, ഇന്ത്യ മഹാരാജ്യം നമ്മുടെ പോറ്റമ്മയാണ്. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ കേരളയിലെയും കാലിക്കട്ടിലെയും ഗാന്ധിജിയുടെ സിലബസ് മാറും, പക്ഷെ യഹൂദന്റെ സിലബസ് മാറിയില്ല. ഇതാ അബ്രഹാമിന്റെ അനുഗ്രഹം. ദൈവം സ്വർഗം എന്താ അബ്രഹാമിനോട് പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കാം. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നവനെ കരുതുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുപോലെ ഇന്ന് ഇന്ത്യയുടെ നിലനിൽപ്പ് മനസ്സിലാകുന്നവർക്കായി. അന്നത്തെ ഡിവൈഡാണ്, എല്ലാവരും കേൾക്കണം. 22,700 കിലോമീറ്ററാണ് ഇന്നത്തെ ഇസ്രയേൽ. അതിന്റെ പ്രത്യേകത പറഞ്ഞു തരാം. 6 ഡിസ്ട്രിക്റ്റുകളാണ് ഇസ്രയേലിനകത്ത്. 1 ടെൽ അവീവ്, 2 ജെറുസലേം, 3 അഷ്കലോൺ, 4 അഷ്തോദ്, 5 ഡിമോണ, 6ാമത്തെ യാഫ അല്ലെങ്കിൽ ഹൈഫ പ്രൊവിൻസ്. അതിൻ്റെ അപ്പുറത്ത് 6,750 കിലോമീറ്റർ ഒരു സ്ഥലം കൊട്ടു. അതിൻ്റെ പേരാ പലസ്തീൻ. അതിൻ്റെ 1 വെസ്റ്റ് ബാങ്ക്, 2 ഏറ്റവും നിർണായകമായി റമല്ല. അതിനോട് ശേഷം വീണ്ടും വരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ നടന്ന സ്ഥലങ്ങൾ നസറേത്ത്. ഇത് 3 6,750 കിലോമീറ്റർ. ഇത് ലൈവ് പോകുന്നത് കൊണ്ട് അന്ന് UN പലസ്തീനോട് പറഞ്ഞു, ഇസ്രയേൽ ഇത് കൊടുത്തപ്പോൾ 6,750 കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു കൊച്ചു രാജ്യം തരാം, മാലി പോലെ രാജ്യം, നിങ്ങൾക്കൊരു എയർപോർട്ടും എല്ലാം തരാം. അന്ന് പലസ്തീൻകാർ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾക്ക് മൊത്തം ഇസ്രയേലൂടെ വേണം. സ്വത്രം. അതുകൊണ്ട് അവരൊരു രാജ്യമാവാതിരുന്നത്. അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് അത് പറ്റിപ്പോയത്. അതിൻ്റെ ഇപ്പുറത്തൊരു സംഭവമുണ്ട്. ഇസ്രയേലിൻ്റെ ബോർഡർ മെഡിറ്ററേനിയൻ കടലിനകത്ത് 271 കിലോമീറ്റർ കിടക്കുന്ന ഗാസ സ്ട്രിപ്പ്. മനസ്സിലാകുന്നവർക്കായി ഈ ഗാസയ അന്താരാഷ്ട്ര പ്രശ്നം എന്താ? 23 ലക്ഷം ജനമുള്ള ഗാസ. 1 എക്രോൻ, 2 കാൻയൂനിസ്, 3 സഹർ, 4 റാഫ. ഇത്രയും 23 ലക്ഷം ജനമുള്ള 271 കിലോമീറ്റർ, 2 ബോർഡറുകൾ. കാലം മുൻപോട്ട് പോയി. ഇനിയാ നമ്മുടെ ചിന്ത 1970 വരെ വലിയ വിഷയങ്ങളില്ലാതെ മുൻപോട്ട് പോയി. ഇനി അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്രയേലിനകത്ത് സ്ഥിരമായ ഒരു ഭരണം, പലസ്തീനകത്തൊരു ഭരണമുണ്ടായിരുന്നു, PLO, പലസ്തീൻ ലിബറൈസേഷൻ ഓർഗനൈസേഷൻ. അവരുടെ പ്രത്യേകത, അവരിങ്ങനെ ഭരണത്തിൽ വന്ന് സമാധാനത്തോടെ പലസ്തീൻ ഇസ്രയേൽ പോയപ്പോൾ 1975 കാലം കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു സംഘടന വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും എഴുന്നേറ്റു. ഒരു മതത്തെ ഞങ്ങൾ വിമർശിക്കുകയല്ല. ആ സംഘടനയിലെ പോരാളികൾക്ക് ആര് പിന്തുണ കൊടുത്തു? ഇന്നത്തെ ഇറാൻ പിന്തുണ കൊടുത്തു. ഇറാനിനകത്ത് പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തിയുടെ പേരാ ഹാമാൻ. ആ ഹാമാനിൽ നിന്ന് 3 പേരുകൾ വന്നത്. 1 ഹമാസ് പലസ്തീനകത്ത്, 2 യമനിൽ ഹൂത്തി വിമതർ, അത് കഴിഞ്ഞ് ലെബനോണിൽ ഹിസ്ബുള്ള. ഇത്രയും പേര് അതിനകത്ത് വന്നത്. അങ്ങനെയെങ്കിൽ ഇറാന്റെ സപ്പോർട്ടോടുകൂടി 3 ഭരണത്തിന്റെ നേതൃത്വത്തിനായി 3 ഗ്രൂപ്പുകൾ 3 സ്ഥലത്ത് എഴുന്നേറ്റു. 1 പലസ്തീനകത്ത് ഹമാസ്, 2 യമനിൽ ഹൂത്തി വിമതർ, 3 ഹിസ്ബുള്ള. അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ പലസ്തീൻ്റെ ഭരണം ആരുടെ കയ്യിൽ കിട്ടി? ഹമാസിന്റെ കയ്യിൽ കിട്ടി. അന്ന് തൊട്ട് വലിയ പ്രശ്നങ്ങളായി. എന്നാൽ അവിടെ നിന്നൊക്കെ പ്രശ്നങ്ങൾ മാറി. പുതിയ ഗാസ ആരുടെ കയ്യിലായി? ഹമാസ് പോരാളികളുടെ കയ്യിലായി. അന്ന് മുതൽ ആരംഭിച്ചത് ഇസ്രയേൽ ഹമാസ് പ്രശ്നം. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ ഒന്നുകൂടെ അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്. മഹത്വവാനായ ദൈവമേ, ഞങ്ങൾ കര നീട്ടി ഗ്രൗണ്ടിൽ പ്രാർത്ഥിക്കുന്നു. ഒരു അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിതാവേ, ഞങ്ങൾ കുറവുള്ളവരാ, എങ്കിലും അന്തരീക്ഷം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ മഴയെയും മഴത്തുള്ളികളെയും ഇവിടെ നിന്നൊന്ന് മാറ്റിത്തരണമേ കർത്താവേ. കൃപാസനത്തിന് മുമ്പാകെ വന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ഞങ്ങളുടെ കണ്ണീരിനെ മാനിക്കണമേ. 5 മിനിറ്റ് കൊണ്ട് കർത്താവെ അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ച കൺവെൻഷനാണ്. അങ്ങയുടെ മഹത്വത്തിൻ്റെ കരം ഇതിനകത്ത് നീട്ടണമേ. ഞങ്ങൾ കരമുയർത്തി അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു.
ഉയരത്തിൽ നിന്ന് ഞങ്ങളെ കാണുന്ന ദൈവം ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ പ്രിയ പിതാവേ. നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രാർത്ഥന മാനിക്കണം അപ്പച്ച. ഇപ്പോഴത്തെ മഴ മിനിറ്റ് കൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് മാറ്റി ഞങ്ങൾക്ക് താഴ്മയോടിരുന്ന് വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, മാനിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടെ കരമുയർത്തി അപ്പച്ചനൊരു നന്ദി കരേറ്റ മതി. നിങ്ങളുടെ നല്ല സഹകരണത്തിന് നന്ദി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിടുതൽ തരും. ഒരു 5 മിനിറ്റ് കൊണ്ട് കർത്താവ് നമുക്ക് അന്തരീക്ഷം ശാശ്വതമായി ക്ലിയറായി തരും. അങ്ങനെയെങ്കിൽ 1975 മുതൽ ഒരു വിഷയമുണ്ടായി. ഹമാസ് ഗാസയിൽ പിടിമുറുക്കി തുടങ്ങി. അനവധി പ്രാവശ്യങ്ങൾ ഇസ്രയേലുമായിട്ട് അവർ പ്രശ്നത്തിൽ വന്നു. അതിനാസ്പദമായി അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. അതിനോടനുബന്ധിച്ച് ഇന്ന് കോട്ടവിള പൊന്നമ്പി ഈ ഭവനാങ്കണത്തിന്റെ മുറ്റത്ത് കൺവെൻഷൻ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി അന്ന് നടന്ന സംഭവമാ ഇന്ന് കുഞ്ഞിവിടെ വായിച്ചത്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ പോരാളികൾ ഒരു കാര്യം ചെയ്തു. എന്താ ഒരു കാര്യം ചെയ്തത്? ഒരു പ്രഭാതത്തിനകത്ത് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തു. ഇത് അവിടെ തൊട്ടൊന്നും തുടങ്ങിയ സംഭവമല്ല, കുറെ നാൾ കൊണ്ട് തുടങ്ങിയതാ. അങ്ങനെയെങ്കിൽ കുഞ്ഞു വായിച്ചത് ഇതാ: ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും, കത്തിച്ചു കളയും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒക്ടോബർ 7 യഹൂദന്റെ പെരുന്നാളായിരുന്നു. അതിന്റെ പേരാ സിംചത്തോറ, സൂക്കോത്ത് പെരുന്നാൾ. ഇവിടെ മനസ്സിലാക്കണം, മലയാളം ടെലിവിഷൻ ചാനലിലെ ABC അതെല്ലാം പറഞ്ഞുതരാം. ഈ ഇസ്രയേലിന്റെ 5 പ്രദേശങ്ങൾ ബോർഡറായിട്ടുണ്ട്. 1 അഷ്കലോൻ, 2 അഷ്തോദ്, 3 കിര്യാത്ഗട്ട്, 4 ലൂദ്, 5 ബേർശബ. മലയാളം നിങ്ങളോട് പറഞ്ഞുതരാം. പാറശാലയിൽ നിന്ന് വെള്ളറടയ്ക്ക് വരുമ്പോൾ 1 വരും കൊടവിളാകം, 2 നെടുവാൻവിള, 3 കന്നുമാമൂട്, 4 കാരക്കോണം, 5 ഇങ്ങോട്ട് വരുന്ന നിലമാമൂട്. ഇത്രയും കേരളം വരും. അപ്പുറത്തോട്ട് പോയാൽ നേരെ പളുകളി വരും, മേൽപ്പാറ വരും, മേൽപ്പുറം വരും, പടന്താലുമൂട് വരും. ഇങ്ങനെ വരുന്നത് പോലെ ഗാസയുടെ ബോർഡറും ഇസ്രയേലിന്റെ ബോർഡറും അവിടെ കിടക്കാം. ഇതിന്റെ പ്രത്യേകത നിങ്ങളോട് പറയാം. ഈ ചെറിയ കൊല്ലയിൽ നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ ചില സ്ഥലത്തൊരു ബോർഡർ ഉണ്ട്. അതുപോലെ ഗാസ ഇസ്രയേലിനകത്തൊരു ബോർഡർ ഉണ്ടായിരുന്നു. 400 പട്ടാളക്കാർ ഇസ്രയേലിന്റെ അവിടെ കാവൽ നിൽക്കുന്ന ഒരു സുദിനമാണ് എല്ലാ സമയവും. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ഒക്ടോബറിലാ 2 വർഷം പിറകിൽ ഒക്ടോബർ 7 ശനിയാഴ്ച യഹൂദനോടുള്ള സൂക്കോത്ത് പെരുന്നാൾ. ഇപ്പൊ ഇവിടെ ദീപാവലി, ഓണം വരുമ്പോൾ നമ്മുടെ സർക്കാർ ജീവനക്കാർ കുറെ പേര് ലീവ് എടുത്തങ്ങ് പോകും. അന്ന് വെറും 40 പേരെ ബോർഡറിലുള്ളായിരുന്നു. ഈ അവസരം മുതലാക്കി 7 രാജ്യങ്ങൾ വർഷങ്ങളായി പ്ലാൻ ചെയ്തതാ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാൻ. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 സിറിയ, 4 യമൻ, 5 ഇറാൻ. ഇനി പാകിസ്ഥാനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇവര് മുഴുവനായി ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിനെ ആക്രമിച്ച വാക്ക ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത്: ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരുശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. അങ്ങനെയെങ്കിൽ ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്നു ഒരു ലോക മഹായുദ്ധം. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി കോട്ടവിളയിൽ അല്പ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും ഇതിനെ ബേസ് ചെയ്ത് വരുന്നത് ഇസ്രയേൽ ഹമാസുമായ ഒരു ഒത്തുതീർപ്പാ. പക്ഷെ അത് വരാൻ പോകുന്നത് ഇന്ന് രാത്രി ഒരു ലോക മഹായുദ്ധത്തിലേക്കാ. അതാ ഈറ്റ് നോവിന്റെ ആരംഭം. ഇന്ന് രാത്രി ഒക്ടോബർ 7 അത് തുടങ്ങി. അതിനുശേഷം കേരളത്തിലെ പത്രത്തിലും അതുപോലെ നിങ്ങളുടെ TV-യിലും കണ്ട വാർത്തകൾ അക്കമിട്ടിപ്പോൾ കുഞ്ഞു വായിക്കാൻ പോകുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. ഗാസ ഇസ്രയേൽ സംഘട്ടനം വായിക്കുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7. നിങ്ങളുടെ പത്രത്തിലും ടെലിവിഷനിലും കണ്ട വാർത്തകൾ ഇപ്പോൾ കുഞ്ഞു വായിച്ച് സഹായിക്കും. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. ബൈബിൾ കൂടിയിരിക്കണം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. വായിച്ചോട്ടെ മക്കളെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞങ്ങനല്ല, ഇങ്ങനെ പറയണം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്ത വാക്ക് ഗസ്സയുടെ 3-4 അതിക്രമ നിമിത്തം. ഇവിടെ ദൈവമക്കൾ, അതാ ഞാൻ പറഞ്ഞ ആത്മീയ മന്ന ബൈബിൾ കോളേജിൽ ഇരിക്കുന്ന പോലെ കേൾക്കണം. ഗാസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന്. ഏതോം അതാ ഇസ്രയേലിൽ നിന്ന് ബന്ദികളായി അനേകം പേരെ ഹമാസിന് കൊണ്ടുപോകുക. അതാ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധകന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കാൻ ഞാൻ ശിക്ഷ മടക്കിക്കൊള്ളുകയില്ല. സ്വർഗം ശിക്ഷ മടക്കിക്കൊള്ളുകയില്ല. ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം.
അവിടുന്ന് മോൻ വാക്യം മാറ്റരുത്. ഗാസ ഇസ്രായേൽ സംഘടനം ഇത് 5ാമത്തെ സംഘടനമാണ്. എല്ലാവരും മനസ്സിലാക്കണം. 1ാമത്തെ സംഘടനം 2003 ഗാസ ഇസ്രായേൽ, അന്ന് 1000 പേർ മരിച്ചു. 2007 ഗാസ ഇസ്രായേൽ 250 പേർ മരിച്ചു. 2013 ഗാസ ഇസ്രായേൽ 2500 പേർ മരിച്ചു. 2020 കോവിഡ് കാലത്ത് ഗാസ ഇസ്രായേൽ, അന്ന് മലയാളി പെൺകുട്ടി മരിച്ചു. ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് 1000-ൽ പരം പേർ കോവിഡ് കാലത്ത് മരിച്ചു. മക്കളെ, ഈ കൺവെൻഷൻ നടക്കുമ്പോൾ 2021 2 വർഷങ്ങൾക്ക് പിറകിൽ ഒക്ടോബർ മാസം 7-ാം തീയതി ഗാസ ഇസ്രായേൽ 5ാമത്തെ സംഘടനം ആരംഭിച്ചു. ഇന്ന് നമ്മൾ കോട്ടവിള ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ 68,000 പേർ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇതാ ബൈബിളിന്റെ പ്രവചനം. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഗാസ ഇസ്രായേൽ സംഘടനമാ 3-ാം ലോകമഹായുദ്ധത്തിന് വഴി തുറക്കുന്നത്. അടുത്ത ഭാഗം മോനത് വായിച്ചാട്ടെ. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഇതെല്ലാവരും കേൾക്കണം. ഇതാ നിങ്ങളുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം വന്നത്. നീ ഗാസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. മക്കളെ, മലയാളം ഗാസയുടെ മതിലിനകത്ത് ഹോസ്പിറ്റലുകൾ, അൽ ജസീറ ടെലിവിഷൻ, അനേക സ്കൂളുകൾ, ലാബുകളെല്ലാം ഇസ്രായേലിന്റെ ബോംബറുകൾ തകർത്ത കാഴ്ച. അല്പം മഴ പെയ്യുന്നെങ്കിലും ഇന്ന് രാത്രി കൃപയോടെ പറയണം, ഇന്നേക്ക് 2000-ൽ പരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭക്തനായ ആമോസ് എഴുതി, ഗാസയുടെ മതിലിനകത്ത് ഞാൻ തീ അയക്കും, അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്നത്തെ പത്രവാർത്തകൾ കാണുന്നതിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്, 2650 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് എഴുതി, ഗാസ തീഗോളം. കരമുയർത്തുന്നവർക്കായി അതാ നിങ്ങളുടെ ബൈബിളിനകത്ത് കാണുന്നത്, നിങ്ങളുടെ ടെലിവിഷനകത്ത് കാണുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്കിനകത്ത് കാണുന്നത്. ഇന്ന് രാത്രി പൊന്നമ്പിയോട് കോട്ടവിളയോട് ഞങ്ങൾ പറയുന്നു, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന തിരുവചനത്തിന് ഇന്ന് രാത്രി മാറ്റമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇതാ ഞങ്ങളുടെ ബൈബിൾ. മികവുറ്റ, തികയറ്റ, കേടയറ്റ, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയ രാജാവിന്റെ തിരുവെഴുത്ത ഈ രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗാസ തീഗോളമാകും. ഏഷ്യാനെറ്റ്, മലയാള മനോരമ, സകല വാക്കുകളിൽ നിങ്ങൾ അത് കണ്ടു. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ഗാസ തീഗോളം, അതിന്റെ അരമനകളെ ഞാൻ കത്തിച്ചു കളയും. അടുത്ത വാക്ക് കൂടെ വായിച്ചാട്ട്. 1:6 വാക്ക് വായിക്കാം. 1:6 വാക്ക് തിരിച്ചെടുത്ത് വായിച്ചാട്ട്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. അടുത്തത്, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അടുത്ത വാക്ക്, ഞാൻ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഛേദിച്ചു കളയും. അങ്ങനെയല്ലേ എഴുതിയേക്കുന്ന? വായിച്ചാട്ടെ. ഛേദിച്ചു കളയും. മതി മക്കളെ, ഇവിടെ നിങ്ങൾ ദൈവമക്കൾ വചനം കേൾക്കണം, ദൈവസന്ധിയിൽ താഴ്മയോടെ ഇരിക്കണം. അതാ ഞാൻ ബോർഡർ പറഞ്ഞ അഷ്കലോനും അഷ്തോദും. മനസ്സിലാകുന്നവർക്കായി പ്രഭാതത്തിൽ ഒക്ടോബർ 7-ൽ 100 കണക്കിന് ഹമാസിന്റെ പോരാളികൾ വന്നു. അവിടെ ബോർഡറിൽ നിന്ന് 40 പേരെ കൊന്നു. വീട്ടുകാരെ അഷ്കലോനിലും അഷ്തോദിലും കിടന്ന സകലയും കൊണ്ടുപോയി. അതാ ബൈബിളിന്റെ പ്രവചനം. ഞാൻ യഹൂദയ്ക്കകത്ത് തീ അയക്കും, യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളയും. അന്ന് ആദ്യമായിട്ട് ആ ഡ്രോണുകളും എല്ലാം ഇറങ്ങി വന്നത്. 1-ാമത്തെ പ്രവചനം ഇസ്രായേൽ ഗാസ. 2-ാമത്തെ പ്രവചനം ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ ബൈബിളിനകത്തുണ്ട്. വായിക്കാം. ബൈബിൾ കൂടെ സഹോദരിമാരെടുക്കണം. നിങ്ങളും നാട്ടുകാരോട് നാളെ സുവിശേഷം പറയണം. ഇന്ന് നടക്കുന്ന ലോക സംഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. വായിക്കാം. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6 വാക്യങ്ങൾ. സെഫന്യാവിന്റെ പ്രവചനം 2, 4, 5, 6 വാക്യങ്ങൾ. നിർജ്ജനമാകും. ഗാസ നിർജ്ജനമാകും. ഇതാ മാമേ, ഗാസക്കകത്ത് അനേക കുഞ്ഞുങ്ങൾ പെട്ടിവണ്ടിയുമായിട്ട് ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ച. ഇസ്രായേലിലെ ഹെലികോപ്റ്ററുകൾ പറയും സ്ഥലം വിട്ടോളാം. ഗാസ നിർജ്ജനമാകും. എല്ലാവരും ഓടിപ്പോയി. ഇപ്പൊ അതിന്റെ കരാറ് മടക്കി കൊണ്ടുവരുന്നത് പുറകെ ഞാൻ പറയാം. അടുത്ത വാക്ക് വായിക്കാം. അസ്കലോൻ ശൂന്യമായി തീരും. ഇസ്രായേലിന്റെ ബോർഡർ അഷ്കലോനകത്ത് ഇനി ഇസ്രായേൽ വീടൊന്നും പണിയത്തില്ല. അവിടെ കാർഷിക ഫാമുകളായി. ഇവിടെ ചെമ്പൂരിൽ നിന്നും മണ്ണാങ്കോണത്ത് നിന്നും അനവധി കുഞ്ഞുങ്ങൾ ഇവിടെ ഇപ്പൊ ഇസ്രായേലിൽ പോയിരിക്കുക. നല്ല സുന്ദരമായ ജോലിയുള്ള ഫാം ഹൗസ്, 80,000 രൂപ ശമ്പളം, പശുവിന്റെ പാലും കുടിക്കാൻ. ചെമ്പൂരിൽ നിന്ന് മണ്ണാങ്കോണത്ത് നിന്ന്. സ്വോത്രം. അവിടെ വീടുകളെല്ലാം അവർ കാലിയാക്കി. ഇസ്രായേലിന് ഭയമായി. ഇനിയും മിസൈൽ വരാൻ സാധ്യത. അഷ്കലോൻ ശൂന്യമാകും. അടുത്തത് വായിച്ചിട്ട് മുന്നേ അടുത്ത വാക്ക് വായിക്കാം.
അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്കൽ ആ. നീക്കിക്കളയും. അതാ പെൺകുട്ടികൾ അപ്പനെ അമ്മയെ എടുത്ത് ഓടിപ്പോന്നത്. മധ്യാഹ്നത്തിൽ ഉച്ചയ്ക്ക് ഡ്രോൺ വന്നപ്പോഴാ ജീവനും കൊണ്ട് ഓടിയത്. ഞാൻ യഹൂദയ്ക്കകത്ത് ഒരു തീയയ്ക്കും യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഗാസ ഇസ്രായേൽ സംഘടന നമ്മുടെ ബൈബിളിനകത്ത് 3-ാമത്തെ പ്രവചനം വായിക്കുന്നു. അടുത്ത പ്രവചനം യിരെമ്യാ പ്രവചനം 47:5-6. ഇന്ന് പത്രത്തിൽ വരുന്ന വാർത്തകൾ മുഴുവൻ നമ്മുടെ ബൈബിളിനകത്ത്. യിരെമ്യാ പ്രവചനം 47:5-6. ഗാസ ഇസ്രായേൽ വായിക്കാൻ മോനെ. യിരെമ്യാവ് 47:5-6 വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം 47-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 47:5-6 വാക്യങ്ങൾ. ഗസ്സയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. ഗസയിൽ കഷണ്ടി വന്നിരിക്കുന്നു. അപ്പൊ പൊന്നമ്പി വിചാരിക്കുന്നവരിക്കും അവിടെ പോയി ആൾക്കാരെ തലമുട്ട അടിച്ച. നല്ല ഗാസയിലെ ഹമാസിന്റെ ലീഡർമാരെ മുഴുവൻ ഇസ്രായേൽ കൊല്ലും. നല്ലൊരു വിഭാഗത്തെ കൊന്നതിന് ശേഷമാ ഇവർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്നത്. ദ ടോപ്പ് മിലിറ്റന്റ് ഓഫ് ഹമാസ് കിൽഡ് ബൈ ഇസ്രായേൽ. ദാണ്ട് ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. യാഹിയ സിൻവർ, ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ഇസഡ്, സകല ഹമാസിന്റെ ലീഡർമാരെ അവർ കൊല്ലുമെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. അഷ്കലോനകത്ത് ആദ്യമായിട്ട് ഹമാസിന്റെ പോരാളികൾ അപ്പന്മാരെ അമ്മമാരെ എല്ലാം കൊന്നു. വെളുപ്പിന് 4 മണിക്ക് ഡാൻസ് പാർട്ടി നടക്കുന്നത് പൂവാർ ഐലൻഡിൽ നടക്കുന്നത് പോലെ പാട്ട് പാടിക്കൊണ്ടിരുന്ന പെങ്കൊച്ചിനെ ജീപ്പിന്റെ പുറക്കകത്തിട്ട് വെട്ടിക്കൊന്ന് കളഞ്ഞ കാഴ്ച നിങ്ങളുടെ മൊബൈലിനകത്ത് കണ്ടത്. ഇനി അഷ്കലോനകത്ത് ഒരു പരിപാടി നടക്കത്തില്ല. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. എത്രത്തോളം നീ നിന്നെ തന്നെ മുറിവേൽപ്പിക്കും. വായിക്കാം. അയ്യോ യഹോവയുടെ വാളേ, അയ്യോ യഹോവയുടെ വാളേ, നീ എത്രത്തോളം വിശ്രമിക്കാതെ ഇരിക്കും. ഇതൊരു സമാധാനമൊന്നുമല്ല, വെറുതെ വിശ്രമിക്കാതിരിക്കും. അടുത്തത് നിന്റെ ഉറയിൽ കടക്കുക, നിന്റെ ഉറയിൽ കടക്കുക, വിശ്രമിച്ച് അടങ്ങിയിരിക്കുക. കിടക്കുന്ന അല്പനേരത്തെ വിശ്രമം ഉണ്ടാകും. അതാ ട്രംപ് ഇന്ന് ഇസ്രായേൽ ഹമാസുമായിട്ട് കരാർ ഒപ്പിട്ടത്. ഇതാ ബൈബിളിന്റെ പ്രവചനങ്ങൾ. 3-ാമത്തെ പ്രവചനം ഗാസ ഇസ്രായേൽ. 4-ാമത്തെ പ്രവചനം വായിക്കാം. സെക്കരിയ പ്രവചനം 9:5-6 എല്ലാം നമ്മുടെ ബൈബിളിനകത്തുണ്ട്. ഇന്ന് പത്രത്തിൽ വരുന്ന വാർത്തകൾ അക്കമിട്ട് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ്. സെക്കരിയ പ്രവചനം 9:5-6 വാക്യം വായിച്ച് സഹായിക്കാം മോനെ. സെക്കരിയ 9:5-6 വായിക്കാം. അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും. ഇന്ന് വരെ 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായത്. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മരണം കണ്ടിട്ടില്ല. പട്ടാളക്കാരെ കൊന്നു, അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ കൊന്നു. 250-ൽ പരം ബന്ദികളെ കൊണ്ടുപോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 20 ബന്ദികളെ വിട്ടു. ഇനി 20 പേരുടെ ശവം അവരില്ല. ഹമാസ് കൊടുക്കത്തില്ല. അതുകൊണ്ട് അടി തുടർന്നുകൊണ്ടിരിക്കും. അഷ്കലോൻ അത് കണ്ട് ഭയപ്പെടും. അടുത്തത് വായിക്കാം. ഗസ്സയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. ഗാസയുടെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത എക്രോനും കണ്ടു വിറയ്ക്കും. അതാ ഇസ്രായേലിന്റെ ഫൈറ്ററുകൾ ഓരോ ദിവസം ഇറങ്ങി ഗാസയെ കത്തിച്ച് തീകോളമാക്കി കെട്ടിടങ്ങൾ തകർത്ത കാഴ്ച. അടുത്ത വാക്ക്. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം. അറബ് ലീഗിന്റെ പ്രത്യാശ. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടി. എന്താ അതിന്റെ പ്രത്യേകത? കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ഖത്തറിനെ ആക്രമിച്ചു. അറബ് രാജ്യങ്ങൾ 57 പേര് കൂടി. അതിന്റെ ഇടയ്ക്ക് ഒരുവൻ എഴുന്നേറ്റ് വന്നു. അവന്റെ പേരാ തുർക്കിയുടെ തൊയ്ബർദോഗൻ. അവൻ ആന്റി ക്രൈസ്റ്റിന് വഴിയൊരുക്കുന്നത്. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നു. അതുപോലെ ആന്റി ക്രൈസ്റ്റിന് വഴിയൊരുക്കുന്നവനാ തുർക്കിയിലെ തൊയ്ബർദോഗൻ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് കൂട്ടായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാം. അന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം വിവരമറിയും. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വെള്ളറടയിലെ കുഞ്ഞുങ്ങൾ. എന്താ ഇസ്രായേലിന്റെ പ്രത്യേകത? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ പോയാൽ 1 കോടി പേരെ പോകത്തോളൂ. നിങ്ങൾ പോയാൽ 809 കോടി ജനം ലോകം തീരും. അപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി പറഞ്ഞു, സാറേ അത് കുറയരുത്, അത് കുറഞ്ഞാൽ ലോകം അവസാനിക്കും. മലയാളം വീട്ടിൽ ചെന്ന് വായിക്കണം. അത് കുറഞ്ഞാൽ മനുഷ്യൻ നിവരത്തില്ല. അതിന്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ. സെക്കരിയ പ്രവചനം 14:12 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവർ കുനിഞ്ഞു പോകും. അതുകൊണ്ടാണ് യഹൂദന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നത്. അതിനെ ഇസ്രായേൽ വിളിക്കുന്നത് സാംസൺ ആക്ഷൻ. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അതുകൂടെ പറഞ്ഞുതരാം. പണ്ട് ശിംശോൻ ഒരു പെങ്കൊച്ചിന്റെ മടിയിൽ തലവച്ചു. അവൾ എന്താ തലമുടി മുറിച്ചെടുത്ത് അവന്റെ ശക്തി പോയി. പാവപ്പെട്ട ശിംശോനെ കൈകാലുകളെല്ലാം ബന്ധിച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കുളത്തിലേക്ക് തള്ളിയിട്ടു. അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ജനം ആർപ്പെട്ടു. അവസാനം അവനെ ചെങ്ങലയ്ക്കകത്ത് കൊണ്ടുവന്ന് എവിടെ കൽത്തൂണുകൾ അത് ബന്ധിച്ചു. അവൻ കർത്താവിനോട് നിലവിളിച്ച്, കർത്താവേ, ഒരിക്കൽ കൂടി ആ പഴയ ശക്തി എന്റെ മേൽ പകരണം. മനസ്സിലാകുന്നവർക്കായി ആ ശക്തി തിരിച്ചു വന്നു. അവൻ അത് കുലുക്കാൻ തുടങ്ങി. അവനിരുന്ന കൽക്കെട്ടുകളും മണ്ഡപവും തീർന്നു. പോയത് ഒറ്റ ശിംശോൻ, തീർന്നത് 1000. മനസ്സിലാകുന്നവർക്കായി അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിന്
നെതന്യാഹു ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് കളിച്ചാൽ 602 യുദ്ധവിമാനങ്ങൾ ഡിമോണയിൽ കിടപ്പുണ്ട്. ലോകരാജ്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ വൈറ്റ് ഫോസ്ഫറസ് വിതറും, ലോകം അവസാനിക്കും. അപ്പോൾ ഇന്ന് രാത്രി യഹോവ ഇരയിലെ കൺവെൻഷൻ വിചാരിക്കുന്ന ദൈവമക്കൾ വിചാരിക്കും, താമസം വിനാ പൊടി കൊടയുമെന്ന്. അപ്പച്ചാമ്മച്ചി ഇസ്രായേൽ തീർന്നില്ല. അവൻ രണ്ടാമത്തെ അടി തുടങ്ങി. ആരെ അടിച്ചെന്നറിയാമോ? വീണ്ടും അടിച്ചു. ആരെ അടിച്ചു? സിറിയയെ അടിച്ചു, യമനെ അടിച്ചു, എല്ലാ രാജ്യങ്ങളെ അടിച്ചു. വായിക്കാം, ലെബനോനെ അടിച്ചു. ഇതിനകത്ത് രണ്ടാമത്തെ ഭാഗ്യം വായിക്കാം. നമ്മുടെ സെക്രിയ പ്രവചനം 11:1-2 വാക്യങ്ങൾ. മോൻ വായിച്ച് സഹായിച്ചേട്ടെ, ബൈബിൾ കൂടെ വെച്ചിരിക്കണം. ലെബനോനെ നിന്റെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കുക. കിടക്കുന്ന ലെബനോനെ മൊത്തം കത്തിച്ച് കളഞ്ഞെന്ന്. പലരും വിചാരിക്കും ദേവദാരു ആറാട്ടുകുഴിയിലോ അമ്പൂരിയിലോ എന്നുള്ള മരമാന്ന്. അത് ലെബനോനിലുള്ള നല്ല മരമാ ദേവദാരു. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ദേവദാരു പൂത്തു എൻ മനസ്സിൽ താഴ്വരയിൽ. അമ്പൂരി പൂത്തതല്ല, മനസ്സിലാകുന്നവർക്കായി. ലെബനോനിലെ പ്രകൃതി സൗന്ദര്യമാ ദേവദാരു, മനസ്സിലാകുന്നവർക്കായി. നിന്റെ ദേവദാരു മുഴുവൻ ലെബനോനെ കത്തിച്ചു കളയും. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ, നിന്റെ അരമനകളെ തുറന്നു വെക്കുക, അതാ ലെബനോനെ കത്തിക്കും. അടുത്ത വാക്ക് വായിക്കാം. ദേവദാരു വീണു, ദേവദാരു വീണു, മഹത്തുക്കൾ നശിച്ചുമിരിക്കുക. കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത്, പേജർ സ്ഫോടനം വരെ. അതൊക്കെ ഇനി നമുക്ക് വെള്ളറ പ്രസംഗിക്കാം. മകത്തുക്കൾ വീണുപോയി. അടുത്തത് ദുർഗവന സരളവൃക്ഷം. വായിച്ചാട്ട് സരളവൃക്ഷമേ ഓടിയിടുക. ലെബനോന്റെ കരച്ചിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ കേട്ടു. ഇസ്രായേലിന്റെ വിമാനം മിനിറ്റ് കണക്കിന് തെക്കൻ ലെബനോനെ കീഴടക്കി. അടുത്ത വാക്ക് ദുർഗമവനം വീണിരിക്കയാൽ ബാശാനിലെ കരുവേലകങ്ങളെ ഓടിയിടുവിൻ. മധുമക്കളെ, അതുകൊണ്ട് തെക്കൻ ലെബനോനിൽ എല്ലാവരും ഓടിപ്പോയപ്പോൾ ഈ ട്രംപും അത് കഴിഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹു കൂടെ എന്ത് ചെയ്തെന്നറിയോ? സകലത് കുറ്റിയടിച്ചു. മനസ്സിലാകുന്നവർക്കായി അമ്പൂരിയിലെ സ്ഥലമുണ്ട്. കോട്ടയംകാരൻ തോമാച്ചൻ വന്നു. ആറുകാണിയിൽ കിട്ടിയത് 5 ഏക്കറാ. അത്തരം വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുത്ത് 5 ഏക്കറൂടെ പതിപ്പിച്ചെടുത്തു. മനസ്സിലാകുന്നവർക്കായി തെക്കൻ ലെബനോനിൽ നിന്ന് സകലരും ഓടിയപ്പോൾ ഇന്ന് ഗ്രേറ്റർ ഇസ്രായേൽ അവർ പറയുന്നത്, ഞങ്ങളുടെ വല്യപ്പ അവറാച്ചാൻ പണ്ട് ആടിനെ മേയിച്ച സ്ഥലം, ഇതെല്ലാം വേണമെന്ന്. മനസ്സിലാക്കുന്നവർക്കായി ഈ അടി ഇവിടെ തീരത്തിൽ അന്ത്യകാല സംഭവം. ഇത് ട്രംപ് വന്നാലും കമ്പ് വന്നാലും മോഡി സാർ വന്നാലും ഒന്നും ഈ അടി തീരത്തില്ല. 1 ഗാസ ഇസ്രായേൽ, 2 ലെബനോൻ. വായിക്കാം. അടുത്ത ആരുമായിട്ട്? അടുത്ത വന്ന് സിറിയനെ അടിച്ചു. മോൻ വായിക്കാം. ആമോസിന്റെ പ്രവചനം 1:12. സിറിയ യമൻ. ആമോസിന്റെ പ്രവചനം 1:12 വായിക്കാം. യമനിൽ തീ വെക്കുമെന്ന് വായിക്കാം. ആമോസ് 1:12. മോൻ വായിച്ചാട്ട് അടുത്തടി, മൂന്നാമത്തെ അടി വായിക്കാം. ഞാൻ തേമാനൊരു തീ അയക്കും. ഞാൻ തേമാനായി ഇന്നത്തെ യമൻ. തേമാന് തീ അയക്കും. ഇസ്രായേൽ കിടക്കുന്നു. മന്ത്രിസഭയും തട്ടിക്കളഞ്ഞു. അവിടുത്തെ എല്ലാ എണ്ണക്കിണറുകൾ കത്തിച്ച് തേമാനിൽ ഞാൻ ഒരു തീ അയക്കും. അടുത്ത വാക്ക്, അത് ബൊസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു. അതിന്റെ പേര് ഇന്ന് യമനിലെ എണ്ണ തുറമുഖം അൽ ഹുദൈബ തുറമുഖം, അതും കത്തിച്ചു കളയും. എത്ര ക്ലിയറാ നമ്മുടെ ബൈബിൾ. മലയാള മനോരമ എഴുതുന്നതിന് മുമ്പ്, ഏഷ്യാനെറ്റുകാരൻ പറയുന്നതിന് മുമ്പ്, നിങ്ങളുടെ മൊബൈലിനകത്ത് കർമ്മ ന്യൂസുകാരന് ABCയും പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം എഴുതി വെച്ചു. ഇതാ ഞങ്ങളുടെ ബൈബിൾ. മനസ്സിലാകുന്നവർക്കായി 1 ഹമാസ്, 2 ഹിസ്ബുള്ള ലെബനോൻ, 3 ദാ വരുന്ന യമൻ. നാലാമത്തെ കാര്യം സിറിയയും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി വേറെ 2 രാജ്യങ്ങളുണ്ട്. സിറിയയും ഇറാനെ അവൻ ആക്രമിക്കൂ. വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2. ഇത്രയാ നിങ്ങൾ കണ്ടത്. അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. വായിക്കാം മക്കളെ. യെശയ്യാ പ്രവചനം 17:1-2 വളരെ ക്ലിയറായി വായിച്ചാട്ടെ. ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവാചകൻ. സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്, അതിന്റെ പേര് ദമ്മേശക്കിനെ കുറിച്ചുള്ള പ്രവചനം വായിക്കാം. ഇതാ ദമ്മേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയ ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അടുത്തത്, അത് ശൂന്യകൂമ്പാരമായി തീരും. ഇതാ സിറിയയുടെ മണ്ടക്കിട്ട് ഇസ്രായേൽ അടിച്ചത്. കണ്ടോ മക്കളെ? അത്തി തളിർത്തു, കൊമ്പിളതായി വേനലെടുത്തു. എത്ര രാജ്യങ്ങളോട് ഇപ്പൊ ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞു? 1 ഹമാസ്, 2 ലെബനോൻ, 3 യമൻ, 4 ദാ വരുന്നു സിറിയ, 5 ഇറാൻ. വായിച്ചാട്ട് അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായി തീരും. അരോവറ ഇറാൻ. നിങ്ങൾ കണ്ടില്ലേ? ഇറാന്റെ നർദീസ് ഷിറാസിനെ മൊത്തമായി ബൈബിൾ വിളിക്കുന്ന പേര് അരോവർ. ഇറാന്റെ മേളിൽ മിസൈൽ അയച്ചപ്പോൾ ഇറാനികൾ ഓടിപ്പോകുന്ന കാഴ്ച ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. ബൈബിളിന്റെ പ്രവചനങ്ങൾ. അടുത്ത ഏറ്റവും അവസാനത്തെ പ്രവചനം, സിറിയയിലെ രാജാവ് ഓടിപ്പോകും. ബാഷർ ഓടിപ്പോയതും ബൈബിളിനകത്ത് കിടക്കുന്നു. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇസ്രായേൽ ഗാസ സംഘടന. ആമോസ് 1:15. സിറിയയിലെ രാജാവ് ഓടിപ്പോകും. വായിച്ചാട്ട് മോനെ. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി
സിറിയയിലെ രാജാവ് ഇസ്രായേലിലെ പേടി കൊണ്ട് റഷ്യയിലേക്ക് പോയി. ബാഷാർ ദാ കിടക്കുന്ന അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് ഓടിപ്പോകും. എത്ര ക്ലിയർ? അടുത്തത് അവനും അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ എന്ന് യഹോവ അരുളി ചെയ്തു. ദാ കിടക്കുന്ന ഇതുപോലെ ഓരോ രാജ്യത്തിലെ സൈന്യാധിപന്മാർ ഇസ്രായേലിനെ പേടിച്ചൊരുവിടുന്ന ഒരു കാലം. ഇന്ന് രാത്രി യഹോവ ഇരയുടെ കൺവെൻഷന്റെ പ്രഥമ രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവായിറായി പകലടുത്തു പോയി. അങ്ങനെയെങ്കിൽ ഇപ്പൊ തൽക്കാലം ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട്. ബൈബിളിനകത്തുണ്ടോ? ആദ്യം ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് നല്ലോണം പറഞ്ഞു, ഇതൊരു സുവർണാവസരം, എല്ലാത്തിനും അടിച്ചൊതുക്കി പെട്ടിയിലാക്കണം. മനസ്സിലാകുന്നവർക്കായി വെടിനിർത്തൽ കൊണ്ടുവരാൻ ട്രംപിന് ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവൻ വിചാരിച്ച് നോബൽ സമ്മാനം കിട്ടുമെന്ന്, ഒരു മണ്ണാങ്കട്ടയും കിട്ടിയില്ല. സ്വോത്രം. നോബൽ സമ്മാനം കിട്ടുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ വിചാരിച്ച വെടിനിർത്തൽ അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞൊരു വെടിനിർത്തൽ ശരിയാ. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ, വെള്ളടക്കാരെല്ലാം കേൾക്കണം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് ട്രംപ് തന്നെ. പറഞ്ഞു തരാം, എല്ലാവരും ഈ കാര്യം നിങ്ങൾ കേൾക്കണം. ഇന്ത്യ ആദ്യം മിഗും മിറാഷും ഒക്കെ വിട്ട് പാകിസ്ഥാനി അത്ര അടി കിട്ടിയില്ല. ആ സമയത്ത് ഒരു കാര്യം നടന്നു. എന്താ സംഭവം എന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. എന്താ സംഭവം എന്നറിയാമോ? ആ സമയത്ത് ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ ഇന്ത്യയിലുണ്ട്, ഹെരോദ ഡ്രോൺ. അതങ്ങോട്ട് പുകയ്ക്കാൻ തുടങ്ങി. എവിടെ? കറാച്ചി, റാവൽപിണ്ടി, ഇസ്ലാമാബാദ്. ഇസ്രായേലിന്റെ ഡ്രോൺ എന്ന് പറഞ്ഞ അപാര സംഭവം. അത് വീഴാൻ തുടങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ കരസേനാ മേധാവി ആസം മുനീർ ട്രംപ് ചേട്ടനെ വിളിച്ച്, സാറ് ഇസ്രായേലിന്റെ ബോംബാ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, സാറ് തന്ന ആണവായുധം എല്ലാം പോകുമെന്ന്. മനസ്സിലാകുന്നവർക്കായി അമേരിക്കയുടെ എയർബേസ് മാത്രമേ ഗൾഫ് രാജ്യങ്ങളുണ്ട്. അബുദാബിയിലുണ്ട്, അത് കഴിഞ്ഞ് ഖത്തറിലുണ്ട്, അത് കഴിഞ്ഞ് ബഹറിലുണ്ട്. അവിടെ ആണവായുധമില്ല. 1975 ഒറ്റ രാഷ്ട്രീയക്കാർക്ക് പറയത്തില്ല. 1975 സിയാവുൾഹക്കിന്റെ കാലത്ത് അമേരിക്ക കൊണ്ട് ആണവായുധം വെച്ച് പാകിസ്ഥാനി കൊണ്ടുവച്ചിട്ടുണ്ട്. സ്വോത്രം. അത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇസ്രായേലിന്റെ ഡ്രോണിനറിയാമോ ഇത് പാകിസ്ഥാന്റെ അമേരിക്കയാണെന്ന്? അവ എല്ലാം തീർക്കും. സ്വോത്രം. അവ ഉടനെ വിളിച്ച് ട്രംപിന് പറഞ്ഞ്, ചേട്ടാ ഇന്ത്യ ഇതെല്ലാം കത്തിക്കാൻ പോവാ. 4:30 ആയപ്പോൾ ട്രംപ് മോഡി സാറിനെ വിളിച്ച്, സാറെ വെടി നിർത്തണമെന്ന്. സ്വോത്രം. 5:30 പോയ വിമാനം തിരിച്ചിറങ്ങി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പിന്നെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെന്തും പറയട്ടെ. അതുകൊണ്ടാ വായാടി ട്രംപ് പറഞ്ഞത്, ഞാനാ വെടി നിർത്തിയത്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എത്ര ക്ലിയർ! അത് ഇസ്രായേലിന്റെ പ്രശ്നമല്ല. അമേരിക്കയുടെ ആണവായുധം എവിടെ ഇരിക്കുന്നറിയോ? പാകിസ്ഥാനിലിരിക്കുന്നു. അത് മൊത്തം പൊട്ടിയാൽ ലോകം തീർന്നു കളയും. അതനുസരിച്ച് പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞു, ആ 4:30 ട്രംപ് എക്സ് പഴയ ട്വിറ്ററെ കുറിച്ചു, 1 മണിക്കൂറിനകം വെടി തീരുമെന്ന്. 6:30 ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു. പിന്നെ ഒരു വിമാനവും പോയിട്ടില്ല. ക്ലിയറാ? മനസ്സിലാക്കണം. അതുകൊണ്ട് അതേ ട്രംപ് അതാ പറഞ്ഞത്, ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ വെടി നിർത്തിയതുപോലെ ഇസ്രായേൽ ഹമാസ് സംഘടന നിർത്തും. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു കേട്ടില്ല. അവസാനം ഖത്തറിനടി കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സമാധാന കരാർ വന്നു. ബൈബിളിലുണ്ടോ സമാധാന കരാർ? ഇരമ്യ പ്രവചനം. ആദ്യ ഇടവേളയിലേക്ക് ഇരമ്യ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഇരമ്യ പ്രവചനം 6:14. വായിച്ചാട്ട് മക്കളെ, ഇരമ്യ പ്രവചനം 6:14 വായിക്കാം. സമാധാനം ഇല്ലാതിരിക്കെ. ഇന്ന് സമാധാനമില്ല. ഇപ്പം നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അടി നടക്കുക. വായിച്ചാട്ടെ. സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ്, ആ സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മലയാളം. കാലൊടിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊന്നമ്പി തന്നെ ആശുപത്രി ഉണ്ടല്ലോ, ആശുപത്രി കൊണ്ടു ചെന്നാൽ ഡോക്ടർ പറയും നീരുണ്ട്, തൽക്കാലം ബാൻഡേഡ് ഇടാം, ഇത് ശരിയാക്കിയതിന് ശേഷം കമ്പി ഇടാം. മനസ്സിലാകുന്നവർക്കായി, കാര്യം പിടികിട്ടിയവർക്കായി. ഇന്ന് രാത്രി താൽക്കാലികമായി ട്രംപ് ഈ മുറിവ് വെച്ച് കെട്ടിയതാണ്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ കൺവെൻഷൻ കുഞ്ഞുങ്ങൾ ടാർപ്പ വലിച്ചു കെട്ടുമ്പോൾ ഹമാസിന്റെ മണ്ടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു. ദാ കിടക്കുന്നു. സമാധാനമില്ലാതിരിക്കെ എന്റെ ജനത്തിന് താൽക്കാലികമായി ബാൻഡേഡ് കെട്ടുന്നു. വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ ദാസനാകുന്ന എന്നോട് ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ട് ഇത്രയും സംഭവം നടന്നിട്ട് 3-ാം ലോകമഹായുദ്ധം നടക്കത്തില്ല? എന്തുകൊണ്ട് നടക്കാത്ത കാര്യം? ഇവിടെ 1-ാമത്തെ ഇടവേളയിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഒറ്റയടിക്ക് വിമാനം കയറത്തില്ല. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 40 അറ്റോർണിമാർ അല്ലെ പാകിസ്ഥാന്റെ ഏതാ നല്ല മിലിറ്ററിയുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ കോൺസുലേറ്റുമാരെ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഡൽഹിയിൽ നിന്ന് കൊണ്ടുപോകും. പഞ്ചാബിലെ വാഗ അതിർത്തി കൊണ്ട് ആ ടൂറിസ്റ്റ്
ബസ് AC ഇട്ട് അവിടെ ഇരിക്കും. അന്നേരമുണ്ട് മക്കളെ, ഇസ്ലാമാബാദിൽ നിന്ന് 40 പേരുമായിട്ട് ഒരു ബസ് വരുന്നു. ആ ബസ് അവിടെ വരുമ്പോൾ ഇന്ത്യക്കാരെ പാസ്പോർട്ട് മേടിച്ച് ബോർഡറിന്റെ ഇങ്ങോട്ട് കയറ്റും, പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കയറ്റും. അവിടുന്ന് വന്ന ബസ്സിനകത്ത് പാകിസ്ഥാനക്കാരെ കയറ്റിയിരുത്തുമ്പോൾ ഇന്ത്യയുടെ ബസ്സിനകത്ത് ആരെ കയറ്റിയിരുത്ത്? ഇന്ത്യക്കാരെ കയറ്റി നിർത്തും. ബോർഡർ അടയ്ക്കും, പതാക താഴ്ത്തും. അതിനുശേഷം 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെടിവെപ്പ് നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു അന്തിമ യുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൈമാറ്റം ഇവിടെ നടക്കാൻ പോകുന്നു. ആ കൈമാറ്റത്തിന്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. യഹോവയുടെ കൺവെൻഷൻ ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാ ചിന്തയും അവസാനം വന്നിരിക്കുന്നു.